നമസ്കാരം, ഏവർക്കും കനകധാര വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ദാമ്പത്യ കലഹം കാരണം തീരാദുഃഖം അനുഭവിക്കുകയും വിവാഹമോചനം നേടുകയും ചെയ്യുന്നവരുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ഇതിൽ നിന്നുള്ള ഒരു മോചനത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ദാമ്പത്യ കലഹം കാരണം എത്രയെത്ര കുടുംബങ്ങളും കുഞ്ഞുങ്ങളും രക്ഷിതാക്കളുമാണ് തീ തിന്നു കഴിയുന്നത്. മിക്ക വീടുകളിലും ദമ്പതികൾ തമ്മിൽ എപ്പോഴും കലഹമാണ്. ഈ തമ്മിൽ തല്ല് കൂടി പ്രശ്നങ്ങൾ മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കണ്ടെത്താനാകാതെ ദമ്പതികൾ പരസ്പരം വേർപിരിയുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ദാമ്പത്യ കലഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളാണ്. ഇത് തീർത്തും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. അതിന് ചെയ്യേണ്ടത് ഇത്രമാത്രം: ദമ്പതികൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ അത് രൂക്ഷമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കടുത്ത ദാമ്പത്യ കലഹം അനുഭവിക്കുന്നവർ ഞായറാഴ്ച തോറും ഒരിക്കലെടുത്ത് തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുകയും ഉമാമഹേശ്വര പൂജ ചെയ്യുകയും വേണം. ഇത് ദാമ്പത്യത്തിലെ അനിഷ്ടതകൾ ഒഴിവാക്കി മംഗളകരമായ ജീവിതത്തിന് വഴിയൊരുക്കും. കൂടാതെ താഴെ പറയുന്ന മന്ത്രങ്ങൾ വിധിപ്രകാരം ജപിക്കുക. ഒന്നാമതായി ജപിക്കേണ്ട മന്ത്രം: ഓം ഹ്രീം ഉമായൈ വിശ്വമോഹിന്യേ നമഃ. ഓം ഹ്രീം ഉമായൈ വിശ്വമോഹിന്യേ നമഃ എന്ന മന്ത്രമാണ്. ഇത് രോഹിണി നക്ഷത്ര ദിവസം മുതൽ 28 തവണ വീതം തുടർച്ചയായി 3 മാസം ജപിച്ച ദാമ്പത്യ കലഹങ്ങളെല്ലാം ശമിക്കും. രണ്ടാമതായി ജപിക്കേണ്ടത് അശ്വാരൂഢ മന്ത്രമാണ്. ഓം ആം ഹ്രീം ക്രോം ഏഹ്യേഹി പരമേശ്വരി സ്വാഹ. ഓം ആം ഹ്രീം ക്രോം ഏഹ്യേഹി പരമേശ്വരി സ്വാഹ. ഇത് ദിവസവും 108 തവണ വീതം ജപിക്കുക. പാർവതി ദേവിയുടെ മന്ത്രമാണിത്. ദേവിയെ സങ്കല്പിച്ച് ജപിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തികഞ്ഞ ഭക്തിയോടെയും ക്ഷമയോടും കൂടി ജപിച്ചാൽ മാറാത്ത പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. മാത്രമല്ല, ഭാര്യാഭർത്തൃ സ്നേഹം വർദ്ധിക്കുകയും അതുവഴി ഇമ്പമുള്ള കുടുംബമായി മാറാനും കഴിയും. ഏവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.